ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എമിക്കുട്ടിൻ്റെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ എമിക്കുട്ടിനെ നമ്മൾ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. റമലാൻ പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് എമിക്കുട്ടിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ കാണാം. ഞങ്ങൾ ഫ്രൈഡേ ഉച്ചക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ റമലാനിൻ്റെ തലേദിവസമാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോമ്പാവോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ നോമ്പാവുകയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് എമ്മിക്കുട്ടിക്ക് ഷൂസും അതുപോലെ തന്നെ ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷൂ ഒന്നെങ്കിലും നൈക്കെന്നോ അല്ലെങ്കിൽ അഡിഡാസെന്നോ എടുക്കാമെന്ന് വിചാരിച്ചു. 2 ഷൂ വേണം കേട്ടോ, ബ്ലാക്കും വൈറ്റും. എമിക്ക് ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതിന് വൈറ്റ് ഷൂ വേണം. അല്ലാതെ ഡെയിലി യൂണിഫോമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നൈക്കിൽ നോക്കിയപ്പോൾ അധികം കളക്ഷൻസ് ഇല്ല. പിന്നെ നമുക്ക് അങ്ങനെ മോഡലും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഷൂ ആണല്ലോ വേണ്ടിയത്. അപ്പോൾ പിന്നെ അഡിഡാസിൽ എമിക്ക് സൈസുള്ള ഷൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വൈറ്റും ബ്ലാക്കും ഷൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എമിക്കുട്ടിൻ്റെ സൈസിനുള്ള ഷൂ അവർ നോക്കി കൊണ്ടു തന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുകയാണ് വലിപ്പം ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. എമിക്ക് എപ്പോൾ ഷൂ എടുത്താലും പെട്ടെന്ന് സൈസ് ചെറുതാവും കേട്ടോ. കാരണം ഞങ്ങൾ ആ ഒരു കറക്റ്റ് സൈസിനുള്ള ഷൂസാണ് എടുക്കൽ. അപ്പോൾ വേഗം ചെറുതാവും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വലിയ ഷൂ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്നും യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് വലിയ സൈസ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈറ്റും ബ്ലാക്കും നമുക്ക് കറക്റ്റ് സൈസിനുള്ള ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നൈക്കിലും അഡിഡാസിലും 1-2 ഷോപ്പുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമുക്ക് അഡിഡാസിൽ നിന്ന് കറക്റ്റ് സൈസിനുള്ള ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഇട്ട് നോക്കി ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എമ്മിക്കുട്ടിക്ക് ബാഗും കൂടി എടുക്കണം. അപ്പോൾ അഡിഡാസിൻ്റെ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ ബാഗൊക്കെ. പക്ഷെ അത് വലിയ സൈസാണ് ബാഗ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അപ്പുറത്തൊരു മാക്സ് ഉണ്ടായിരുന്നു, അതിൽ പോയി നോക്കി. അപ്പോൾ അതിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നല്ല വലിയ ബാഗാണ്. അപ്പോൾ എമ്മിക്കുട്ടിക്ക് അത് സൈസ് ആവില്ല. എനിക്ക് ചെറിയ കുഞ്ഞ് ബാഗ് മതില്ല, കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേറെ എവിടെ നിന്നെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ ബാഗ് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, ഓനക്ക് വെയിറ്റും അധികമായിരിക്കും. പിന്നെ അങ്ങനെ വലിയ സൈസിൻ്റെ ബാഗിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് റെഡ് സീ മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിലേതിലെങ്കിലും ഒന്നിലില്ലാതിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒന്നാമത് സ്കൂൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കുറവാണ്, സ്കൂൾ ഐറ്റംസൊക്കെ. പിന്നെ ഓല് കുറേ ഐറ്റംസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങളിതാ റെഡ് സീലുള്ള ഒരു ഷോപ്പിൽ കയറി വെക്കപ്പോൾ അവിടെ സാധനങ്ങളുണ്ട്, പക്ഷെ കുറവാണ്. ബാഗും കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ പറ്റിയില്ല, വലിയ ബാഗുകളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എമ്മിക്കുട്ടിക്കുള്ള ലഞ്ച് ബോക്സ് വാങ്ങി, വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കിയിട്ടോ. ഈ ഒരു സംഭവമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ വലിയ ലഞ്ച് ബോക്സ് ഒന്നും വേണ്ട, ജസ്റ്റ് സ്നാക്സ് ബോക്സ് ആയിട്ട് മതി. ഇവിടെ നാട്ടിലത്തെ പോലെ ഒരുപാട് ടൈമൊന്നും സ്കൂളില്ല. എമ്മിക്കുട്ടിക്ക് സ്കൂൾ വരുന്നത് 7 മണി മുതൽ 12 മണി വരെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്നാക്സ് ബോക്സിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നോക്കിയിട്ടും എമിക്ക് ബാഗാണ് ഇങ്ങോട്ട് സെറ്റായിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വേറെ വലിയൊരു ഷോപ്പുണ്ട് കേട്ടോ, ബുക്സും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൽ കയറി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ബാഗ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ബാഗാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ എമിക്കുട്ടിക്ക് എന്നെ ഷോൾഡറിൽ ഇട്ടിട്ടും കൊണ്ടുപോകാം, അതെല്ലാം അങ്ങനെ വലിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും. അപ്പോൾ ഇത് രണ്ടും യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ബാഗാണ് എടുത്തിട്ടുള്ളത്. വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ ഈ ഒരു ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. പക്ഷെ നമ്മൾ താഴേന്ന് വാങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എമ്മിക്കുട്ടിക്ക് ടിഫിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കുഞ്ഞ് കിറ്റും കൂടെ വേണമായിരുന്നു. ബാഗിൽ വെച്ച് കൊടുത്തയച്ചാൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു കിറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ബില്ലാക്കി. ഇനി എമ്മിക്കുട്ടിക്ക് 1-2 ഐറ്റംസ് കൂടെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും മഗ്‌രിബായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് റമളാനായിട്ടുണ്ട്, മാസം കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ തീർത്തിട്ട് നമുക്ക് വീട്ടിൽ പോകണം. ഇന്ന് തന്നെ മാക്സിമം കഴിക്കണം. കാരണം പിന്നെ നെക്സ്റ്റ് വീക്കിലാണ് എമ്മിക്കുട്ടിക്ക് ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ ഇനി ലാലുവിനൊക്കെ റമളാനായിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഇനി ഒരു ഷോപ്പിലും കൂടെ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനി നമ്മൾ അത്താഴത്തിനല്ലേ ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പം ഫുഡ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ, എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു പിസയും അതുപോലെ തന്നെ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു.
ഇനി 1-2 ഐറ്റംസ് കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, അതിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ വാങ്ങുമ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. എത്ര പെട്ടെന്നാണ് എൻ്റെ കുട്ടി വലുതായത് എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. കാരണം ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു സങ്കടമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ പിരിഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം അങ്ങനെ ഞാൻ അവനെ പിരിഞ്ഞിട്ടിരുന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് സെൻറ്റർ പോയിൻറ്റിലേക്ക് വന്നതാണ്. അപ്പം എമിക്കുട്ടിക്ക് ഇവിടുന്ന് ഷോക്സും ഇന്നേഴ്സും ബെൽറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കണം. ബ്ലാക്കും വൈറ്റും ഷോക്സ് വേണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങുകയാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെ കുട്ടി സ്കൂളിൽ പോവുകയാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങലിരിക്കലൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുന്നേ നമ്മൾ ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഐറ്റംസ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിത് അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു തരാം. അതുവരേക്കും ബൈ.